മലയാളികളെ ഒന്നടങ്കം കരയിപ്പിച്ച വിയോഗങ്ങളിലൊന്നായിരുന്നു കൽപ്പനയുടേത്. സിനിമാ ഷൂട്ടിങ്ങിനായി പോയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയായിരുന്നു. ആ വിയോഗം കഴിഞ്ഞിട്ട് 10 വർഷമായിരിക്കുകയാണ്. സ്ക്രീനിൽ കോമഡി കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കാറുള്ളതെങ്കിലും ജീവിതത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു കൽപ്പന എന്ന് വിനയൻ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. കൽപ്പന വിട പറഞ്ഞിട്ട് 10 വർഷം. കാലം എത്ര പെട്ടെന്ന് കടന്നുപോകുന്നു. ചിരിക്കുന്ന മുഖത്തോടെ മാത്രം കണ്ടിരുന്ന കൽപ്പനയെ മറക്കാൻ കഴിയില്ല. അത്ഭുതദ്വീപും ആകാശഗംഗയും വെള്ളിനക്ഷത്രവും പോലുള്ള എൻ്റെ നിരവധി സിനിമകളിൽ കൽപ്പനയുടെ കഥാപാത്രങ്ങൾ ചിരിയുടെ പൂരം തീർത്തിരുന്നു. ഈ ചിരിക്കുന്ന മുഖത്തിനപ്പുറം നിലപാടുകളുള്ള ഒരു വ്യക്തിത്വവും കൽപ്പനയ്ക്കുണ്ടായിരുന്നു എന്ന കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. പൃഥ്വിരാജിന് അമ്മ സംഘടന വിലക്ക് ഏർപ്പെടുത്തിയ സമയത്തായിരുന്നു അത്ഭുതദ്വീപ് പ്ലാൻ ചെയ്തിരുന്നത്. ആ നടനോടൊപ്പം അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മറ്റു താരങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിടാൻ മടിച്ച സമയത്ത് പക്രുവാണ് നായകൻ എന്നല്ലേ വിനയേട്ടൻ പറഞ്ഞത്. നമുക്കതല്ലേ അറിയൂ, അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടു കൊടുത്തു എന്ന് ചിരിച്ചുകൊണ്ട് അമ്പിളിച്ചേട്ടനോട് പറഞ്ഞ കൽപ്പനയുടെ മുഖം ഞാനിന്നും ഓർക്കുന്നു. ചിരിച്ചുകൊണ്ട് തന്നെ അമ്പിളിച്ചേട്ടനും ഒപ്പിട്ടു. ആ വിലക്ക് പൊളിയുകയും ചെയ്തു. പൃഥ്വിയോട് സംഘടന ചെയ്യുന്നത് നീതിയല്ല എന്ന വ്യക്തമായ ധാരണ കൽപ്പനയ്ക്ക് അന്നുണ്ടായിരുന്നു. അതായിരുന്നു കൽപ്പന എന്നായിരുന്നു വിനയൻ്റെ കുറിപ്പ്. മരണമില്ല, ഓർമ്മകളിലൂടെ എന്നും ജീവിക്കുന്നു, പകരം വെക്കാനില്ലാത്ത കലാകാരി, താരജാട ഒട്ടും ഇല്ലാത്ത ആളായിരുന്നു തുടങ്ങിയ കമൻറ്റുകളായിരുന്നു പോസ്റ്റിന് താഴെ വന്നത്. കൽപ്പനയുടെ അഭിമുഖ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഡയറ്റ് ചെയ്യണം, ആവശ്യമില്ലാത്ത സ്വീറ്റ്സൊന്നും കഴിക്കരുത് എന്നൊക്കെ പണ്ടെല്ലാവരും എന്നോട് പറയുമായിരുന്നു. സ്ത്രീകൾ ഹാസ്യം ചെയ്യുമ്പോൾ വണ്ണം വേണമെന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഞാനാണ്. എനിക്ക് പെട്ടെന്ന് വണ്ണം വെക്കാനും പറ്റും, മെലിയാനും ശ്രമിക്കാറുണ്ട്. സ്ത്രീകൾക്ക് കോമഡി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല എന്നൊരു പറച്ചിൽ പണ്ടേയുള്ളതാണ്.